നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ ശ്രം കാർഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. ഈ ശ്രം കാർഡ് എന്താണ്, ആർക്കാണ് എടുക്കാൻ കഴിയുന്നത്, 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എല്ലാവർക്കും സ്വമേധയാ ലഭിക്കുമോ, മാസം 3000 രൂപ പെൻഷൻ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ശ്രം കാർഡ് എടുത്താൽ മാത്രം പെൻഷൻ ലഭിക്കുമോ, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ശ്രം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം, എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം വിശദമായി നമ്മൾ നോക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ശ്രം കാർഡിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ശ്രം രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വിവരങ്ങൾ ഒരു ദേശീയ ഡാറ്റാബേസായി ശേഖരിക്കുന്നതിനാണ് ആരംഭിച്ചത്. ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക് സ്ഥിരമായ തൊഴിലുടമയോ ഔദ്യോഗിക തൊഴിൽ രേഖകളോ ഇല്ല. തെരുവ് കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, ചെറുകിട തൊഴിലാളികൾ, വിവിധ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടാം. ഇത്തരം തൊഴിലാളികളെ തിരിച്ചറിയാനും വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായി ബന്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ശ്രം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ തൊഴിലാളിക്ക് ഒരു 12 അക്ക UAN നമ്പർ, അതായത് യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ലഭിക്കും. ഈ നമ്പർ ഉപയോഗിച്ച് തൊഴിലാളികളുടെ ഈ ശ്രം രജിസ്ട്രേഷൻ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ശ്രം കാർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് അതിന്റെ ആനുകൂല്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ആനുകൂല്യം അപകട ഇൻഷുറൻസ് ആണ്. ഈ ശ്രം കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന തുകയാണ് 2 ലക്ഷം രൂപ. അപകട മരണത്തിനോ പൂർണ്ണ വൈകല്യത്തിനോ ലഭിക്കാവുന്ന ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യം. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ പറയേണ്ടതുണ്ട്. ഈ ശ്രം കാർഡ് എടുത്താൽ മാത്രം എല്ലാ സാഹചര്യത്തിലും 2 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുമെന്ന് കരുതരുത്. ഇൻഷുറൻസ് പരിരക്ഷയും ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ബന്ധപ്പെട്ട പദ്ധതി വ്യവസ്ഥകൾക്ക് വിധേയമാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പോലുള്ള ഇൻഷുറൻസ് പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എൻറോൾമെന്റ്, യോഗ്യത, പ്രീമിയം, ക്ലെയിം നിബന്ധനകൾ എന്നിവ പരിശോധിക്കണം. അപകടത്തിൽ മരണം സംഭവിക്കുകയോ യോഗ്യമായ പൂർണ്ണ വൈകല്യം ഉണ്ടാകുകയോ ചെയ്താൽ നിശ്ചിത വ്യവസ്ഥകൾ പ്രകാരം പരിരക്ഷ ലഭിക്കാം. ചില സാഹചര്യങ്ങളിൽ ഭാഗിക വൈകല്യത്തിനും നിശ്ചിത തുക ലഭിക്കാം. വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ശ്രം കാർഡ് 2 ലക്ഷം രൂപ ഉറപ്പായി കിട്ടുമെന്നല്ല, പദ്ധതിയുടെ വ്യവസ്ഥകൾ പാലിക്കുന്ന യോഗ്യരായ ഗുണഭോക്താക്കൾക്കാണ് ബന്ധപ്പെട്ട ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രധാന ആനുകൂല്യം 60 വയസ്സിന് ശേഷം 3000 രൂപ പെൻഷൻ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഈ ശ്രം കാർഡ് എടുത്താൽ 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് 3000 രൂപ കിട്ടുമോ എന്നുള്ളതാണ്. ഇവിടെയും ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ഈ ശ്രം കാർഡ് എടുത്തത് കൊണ്ട് മാത്രം 3000 രൂപ പെൻഷൻ ലഭിക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അസംഘടിത മേഖലയിലെ യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ അഥവാ PMSYM പോലുള്ള പെൻഷൻ പദ്ധതിയിൽ പ്രത്യേകം ചേരേണ്ടതുണ്ട്. ഈ പദ്ധതിയിൽ സാധാരണയായി 18 മുതൽ 40 വയസ്സ് വരെയുള്ള യോഗ്യരായ അസംഘടിത തൊഴിലാളികൾക്ക് പ്രവേശിക്കാം. 60 വയസ്സ് പൂർത്തിയാക്കിയ ശേഷം നിബന്ധനകൾ പാലിക്കുന്ന അംഗങ്ങൾക്ക് മാസം കുറഞ്ഞത് 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഇത് സൗജന്യമായി ലഭിക്കുന്ന പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ മനസ്സിലാക്കരുത്. പ്രവേശിക്കുന്ന പ്രായത്തെ ആശ്രയിച്ച് തൊഴിലാളികളുടെ പ്രതിമാസം ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യണമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിലാളികൾ നൽകുന്ന സംഭാവനയ്ക്ക് തുല്യമായ തുക സർക്കാർ സംഭാവന ചെയ്യുന്ന രീതിയിലാണ് PMSYM പദ്ധതി പ്രവർത്തിക്കുന്നത്. അതായത് ഈ ശ്രം കാർഡ് എടുക്കുന്നത് ഒരു കാര്യം, PMSYM പദ്ധതി ചേരുന്നത് മറ്റൊരു കാര്യമാണ്. ഇത് രണ്ടും കുറച്ച് വ്യത്യാസമാണ്. അതിനാൽ 3000 രൂപ പെൻഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെട്ട PMSYM യോഗ്യതയും എൻറോൾമെന്റും ഉറപ്പാക്കണം. ഇനി മൂന്നാമത്തെ ആനുകൂല്യമാണ് ഈ ശ്രം ഡാറ്റാബേസ് വിവിധ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുമായി ബന്ധിപ്പിക്കുന്നതിനും തൊഴിലാളികളെ ലക്ഷ്യമിട്ട് സർക്കാർ സഹായം എത്തിക്കുന്നതിനും സഹായിക്കുന്നു. ഉദാഹരണത്തിന് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നാഷണൽ കരിയർ സർവീസ് പോലുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കും. കഴിവ് വികസനത്തിനും പരിശീലനത്തിനും
ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും അവസരങ്ങൾ ലഭിക്കാം. അതുപോലെ തന്നെ യോഗ്യതയുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷ, ഭവനം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളിലെ വിവിധ സർക്കാർ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരങ്ങളും ലഭിക്കാം. ഇനി നാലാമത്തെയാണ്, ദേശീയ തലത്തിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനും ആവശ്യമായ വിഭാഗങ്ങളെ തിരിച്ചറിയുന്നതിനും സഹായിക്കുന്നു. പ്രകൃതി ദുരന്തം, മഹാമാരി, മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ തൊഴിലാളികളെ ലക്ഷ്യമിട്ട് സഹായം നൽകേണ്ടി വരുമ്പോൾ ഈ ഡാറ്റാബേസ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും. യോഗ്യമായ സാഹചര്യങ്ങളിൽ സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം DBT സംവിധാനങ്ങളിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കാം. അതുകൊണ്ട് ഈ ശ്രം രജിസ്ട്രേഷൻ ഒരു സാധാരണ കാർഡ് എടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ഔദ്യോഗികമായി തിരിച്ചറിയുന്നതിനുള്ള വലിയൊരു ദേശീയ ഡാറ്റാബേസിന്റെ ഭാഗമാകുന്നതാണ് ഇത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ശ്രം കാർഡ് എടുക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സാധാരണയായി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയാണ് ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് തെരുവ് കച്ചവടക്കാർ, കർഷക തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, ചെറുകിട തൊഴിലാളികൾ, അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്ന വിവിധ വിഭാഗങ്ങൾ, ഗിഗ്, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവർക്കും അവരുടെ സാഹചര്യവും നിലവിലെ സർക്കാർ മാനദണ്ഡങ്ങളും അനുസരിച്ച് യോഗ്യത ഉണ്ടായേക്കാം. പ്രായം സംബന്ധിച്ചും ശ്രദ്ധിക്കണം. ഈ ശ്രം രജിസ്ട്രേഷനും PMSYM പെൻഷൻ പദ്ധതിയിലെ പ്രവേശനം ഒരേ പ്രായപരിധിയല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ ശ്രം രജിസ്ട്രേഷനുമായി സാധാരണ 16 മുതൽ 59 വയസ്സ് വരെയുള്ള അസംഘടിത തൊഴിലാളികളാണ് ഉൾപ്പെടുന്നത്. അതേസമയം PMSYM പെൻഷൻ പദ്ധതിയിൽ പ്രവേശിക്കുന്നതിന് 18 മുതൽ 40 വയസ്സ് വരെ എന്ന പ്രായപരിധിയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് 45 വയസ്സുള്ള ഒരാൾക്ക് ഈ ശ്രം കാർഡ് എടുക്കാൻ സാധിക്കാമെങ്കിലും PMSYM അതിലൊരു പുതിയ അംഗമായി ചേരാൻ കഴിയണമെന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി ആരൊക്കെയാണ് സാധാരണയായി ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇതിൽ ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികൾക്ക് സാധാരണയായി ഈ ശ്രം രജിസ്ട്രേഷന് യോഗ്യതയില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ EPFO അല്ലെങ്കിൽ ESIC പോലുള്ള സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇതിനകം അംഗങ്ങളായിരിക്കുന്ന ചില വിഭാഗങ്ങൾക്കും ഈ ശ്രം രജിസ്ട്രേഷൻ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ യഥാർത്ഥ തൊഴിൽ സ്ഥിതിയും നിലവിലുള്ള സാമൂഹിക സുരക്ഷാ അംഗത്വവും പരിശോധിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഒഴിവാക്കണം. ഇനി വീട്ടിൽ ഇതിന് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ശ്രം കാർഡ് എങ്ങനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ആദ്യം ഔദ്യോഗിക ഈ ശ്രം പോർട്ടലിൽ പ്രവേശിക്കണം. വ്യാജ വെബ്സൈറ്റുകളിൽ നിന്നുള്ള നിങ്ങളുടെ ആധാർ, OTP, ബാങ്ക് വിവരങ്ങൾ എന്നിവ നൽകാതിരിക്കുക. നിങ്ങൾ ഈ ശ്രം പോർട്ടൽ തുറന്ന ശേഷം രജിസ്റ്റർ ഓൺ ഈ ശ്രം അല്ലെങ്കിൽ സെൽഫ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക. ശേഷം ക്യാപ്ച നൽകുക. തുടർന്ന് OTP ലഭിക്കുന്നതിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ശരിയായ OTP നൽകുക. അവിടെ ഒരു പ്രധാന സുരക്ഷാ നിർദ്ദേശം, OTP ആരോടും പങ്കുവെക്കരുതെന്ന് പറയും. അതുപോലെ CSC ജീവനക്കാരോ മറ്റാരെങ്കിലും ഫോൺ വിളിച്ച് OTP ചോദിച്ചാലും നൽകാതിരിക്കുക. അടുത്ത ഘട്ടത്തിൽ ആധാർ അടിസ്ഥാനത്തിലുള്ള ഓതന്റിക്കേഷൻ ആവശ്യപ്പെടാം. ആധാർ നമ്പർ നൽകുക, ആവശ്യമായ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്യുക. നിങ്ങളുടെ പേര്, ജനനതീയതി തുടങ്ങിയ വിവരങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ട രേഖകൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകണം. പേര്, ജനനതീയതി, ലിംഗം, വിലാസം, സംസ്ഥാനവും ജില്ലയും, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിവരങ്ങൾ നൽകുക. അതുപോലെ വിവരങ്ങൾ തെറ്റായി നൽകാതിരിക്കുക. പ്രത്യേകിച്ച് പേരും ജനനതീയതിയും ആധാർ രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് കർഷക തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, വീട്ടുജോലിക്കാരൻ, തെരുവ് കച്ചവടക്കാരൻ, ഡ്രൈവർ, സ്വയം തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങളുടെ നിങ്ങളുടെ യഥാർത്ഥ തൊഴിൽ തിരഞ്ഞെടുക്കുക. തെറ്റായ തൊഴിൽ തിരഞ്ഞെടുക്കരുത്. ഇനി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോന്ന് IFSC കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടതാണ് കറക്റ്റായിട്ട്. തെറ്റിയാൽ പിന്നീട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ പ്രശ്നമുണ്ടാവാം. ഇനി അതുപോലെ എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം പ്രിവ്യൂ പരിശോധിക്കുക. പേര് ശരിയാണോ, ജനനതീയതി ശരിയാണോ, മൊബൈൽ നമ്പർ ശരിയാണോ, വിലാസം ശരിയാണോ, തൊഴിൽ ശരിയാണോ, ബാങ്ക് അക്കൗണ്ട് നമ്പർ ശരിയാണോ, IFSC ശരിയാണോ, എല്ലാം ഒരിക്കൽ കൂടി പരിശോധിക്കുക. ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തിയായാൽ നിങ്ങളുടെ ഈ ശ്രം UAN ലഭിക്കും. ഈ 12 അക്ക UAN നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഈ ശ്രം കാർഡ് ഡൗൺലോഡ് ചെയ്ത് PDF ആയി ഫോണിൽ സൂക്ഷിക്കാം. പിന്നീട് ആവശ്യമെങ്കിൽ പ്രിന്റ് എടുത്തും സൂക്ഷിക്കാം.
അതുപോലെ തന്നെയാണ് PMSYM സംബന്ധിച്ച ഔദ്യോഗിക സംവിധാനം വഴി നിങ്ങൾ അതും സെപ്പറേറ്റ് ഇതുപോലെ നിങ്ങൾ ചേരേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. PMSYM അതുപോലെ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സ്പെഷ്യലായ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതെല്ലാം അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള CSC സെൻറ്റർ വഴി നിങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.